ബൈജു, പോലീസ് ഇന്നലെ കൃത്യമായ സൂചന നൽകിയിരുന്നു. അതായത് കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതിയിൽ എത്തും രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ അയാളെ പിടിയിലായി എന്നുള്ള സൂചനകൾ, നാടകീയമായ രംഗങ്ങൾക്കൊക്കെ ഇന്നലെ കാസർഗോഡ് ഹൊസ്ദുർഗ് കോടതി സാക്ഷ്യം വഹിച്ച് നമ്മൾ കണ്ടതാണ്. നമ്മൾ തന്നെയായിരുന്നു ഈ സംഭവം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും. അപ്പോൾ പോലും ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം, എവിടെയാണ് 9 ദിവസമായി ഈ നാട്ടിലെ പാലക്കാടൻ MLA ഉള്ളത് എന്നാണ്. കൃത്യമായി പോലീസ് എവിടെയാണോ രാഹുൽ ഉള്ളത് അവിടേക്ക് എത്തുന്നതിന് മുൻപ് രാഹുൽ തന്നെ അറിയുന്നു പോലീസ് തന്റെ പുറകെയുണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ സഹായം ലഭിക്കുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംശയം പോലും ഉയർന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് എന്ത് പ്രതീക്ഷിക്കണം? ഭവ്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൊസ്ദുർഗ് കോടതിയിലാണ്. ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ കീഴടങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് ഉയരുന്നത്. അതായത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുമെന്ന് പറയുന്നുണ്ട്. അത്തരം നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യത വളരെ കുറവാണ്. അത്തരത്തിലുള്ള നിയമോപദേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ഈ കാഞ്ഞങ്ങാട് കോടതിയിൽ, ഹൊസ്ദുർഗ് കോടതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഹൊസ്ദുർഗ് കോടതിയിലാണ് ഇന്നലെ നാടകീയമായ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പോലീസിനെ നാണക്കേടുണ്ടാക്കിയ സംഭവം ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിലായെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാൻ പോകുന്നുവെന്നൊക്കെ പറഞ്ഞ ആ ഒരു രാവിലെ 11 മണി മുതൽ രാത്രി 9 മണിയോട് വരെ അത്തരത്തിൽ നാടകീയ രംഗങ്ങളുണ്ടായ ഹൊസ്ദുർഗ് കോടതി തന്നെയായിരിക്കും ഇന്നും അതിന് ഇത്തരം സംഭവങ്ങൾക്ക് വേദിയാവുക. ഇവിടെ ഇന്ന് കീഴടങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ പോലീസിൽ പിടികൊടുക്കാതെ കോടതിയിൽ നേരിട്ട് കീഴടങ്ങുക, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. അതിന് ഏറ്റവും എളുപ്പം കാസർഗോഡ് ജില്ലയിലെ കോടതികളിൽ കീഴടങ്ങുക എന്നാണ്. ഏതായാലും ഹൈക്കോടതിയിൽ ഇനി എന്ത് നീക്കങ്ങൾ നടക്കുന്നു അത് വളരെ പ്രധാനമാണ്. ഒരേ സമയത്ത് തന്നെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോവുകയും അതിനിടയിൽ തന്നെ പോലീസിനെ കബളിപ്പിച്ചുകൊണ്ട് ഈ കോടതിയിൽ ഹാജരാകാനുള്ള നീക്കവും നടക്കുന്നുണ്ടെന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു അഭിഭാഷിക രാഹുലിന് സഹായമായി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും കാസർഗോഡിനോട് അതിർത്തി പങ്കിടുന്ന ചില പ്രദേശങ്ങളിൽ തന്നെ രാഹുൽ ഇപ്പോഴും കേന്ദ്രീകരിച്ച് ഈ കോടതിയിലേക്ക് എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. ഏതായാലും പോലീസ് ഇന്നലെ രാത്രി വലിയ തോതിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. അതിർത്തികളിലെല്ലാം കൃത്യമായ പരിശോധന ഇന്നും നടത്താൻ ഇത്തരത്തിൽ തീരുമാനമുണ്ട്. അതോടൊപ്പം ഈ കോടതി, ഞാനിപ്പോൾ നിൽക്കുന്ന കോടതി 11 മണിയോടുകൂടി വലിയ തോതിൽ പോലീസ് സുരക്ഷാ വലയത്തിലായിരിക്കും. ഏത് വിധേനയും കോടതിക്കകത്ത് കടക്കുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടികൂടുക, അത് തന്നെയാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. പക്ഷേ നമുക്ക് അറിയാം, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ കോടതിയിൽ പല വഴികളുണ്ട് ഇതിനകത്തേക്ക് കടക്കാൻ. ഒരുപക്ഷെ പോലീസിന് അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസിനെ വെട്ടിച്ച് ഏറ്റവും എളുപ്പമായി കോടതിയിൽ കീഴടക്കാൻ കഴിയുക ഈ കോടതിയിൽ തന്നെയാണ്. അത്രത്തോളം ഇത് ചുറ്റപ്പെട്ട് കിടക്കുന്ന വഴികളൊക്കെ, കോമ്പൗണ്ട് ഹോളൊന്നും കൃത്യമായില്ലാത്ത പല വഴികളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് ആ സാധ്യത ഇന്നുമുണ്ട്, അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളുമുണ്ട്. ഏതായാലും പോലീസ് 11 മണിയോടുകൂടി ഇവിടെ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കോടതിയിൽ ജീവനക്കാരൊക്കെ എത്തിത്തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നലെ വലിയ നാടകീയ സംഭവങ്ങളുണ്ടായ സ്ഥലമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഹൊസ്ദുർഗ് ഫസ്റ്റ് ക്ലാസ്, അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് കോടതി. ഇനിയിപ്പോൾ 11 മണിക്ക് ശേഷം ഏതെല്ലാം രീതിയിലുള്ള നാടകീയ സംഭവം ഉണ്ടാകുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. രാഹുൽ ഇവിടെ കീഴടങ്ങാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്നും അഭ്യൂഹങ്ങൾ ഉയരുന്നത്. ഭവ്യ, തീർച്ചയായും വീണ്ടും അരുണിലേക്ക് തന്നെ. അരുൺ, നമുക്കറിയാം ഈ രാഹുൽ ഷാഫി കൂട്ടുകെട്ട്, ഈ രണ്ട് കൂട്ടുകെട്ടും കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത് വലിയ പ്രതിസന്ധിയിലേക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ വ്യക്തമായ ടിക്ക് ഉണ്ടായിട്ട് പോലും JS അഖിലിനെ പോലുള്ള നേതാക്കൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്ന് നമ്മളൊക്കെ കണ്ടതാണ്. നമ്മളൊക്കെ അതിന് സാക്ഷിയാണ്. ഇപ്പോഴത്തെ ഇന്നലെ News 18 പ്രൈം ഡിബേറ്റിൽ തന്നെ DYFI നേതാവ് AK ഷാനിബ് വ്യക്തമായി പറയുന്നു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട് എന്നാൽ തനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലൊരു പരാതി ഉടൻ തന്നെ ഉയരും. ആ പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഒരു പരാതി ഉയരുമ്പോൾ ആ പരാതി നേരത്തെ തന്നെ അത് ഒതുക്കി തീർക്കാൻ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയത് ഷാഫി പറമ്പിലായിരുന്നു. അത് തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലൊരു പരാതി ഉയർന്നിട്ടില്ലെങ്കിൽ തെളിവ് തന്റെ കയ്യിലുണ്ട്, താൻ അതുമായി ബന്ധപ്പെട്ട് പോലീസിനെ സമീപിക്കുമെന്ന് ഇന്നലെ നമ്മുടെ പ്രൈം ഡിബേറ്റിലാണ് ഷാനിബ് വെളിപ്പെടുത്തിയത്. അപ്പോൾ സ്വാഭാവികമായും ഇനി എന്ത് സംഭവിക്കും? വലിയ തരത്തിൽ വീണ്ടും പരാതികൾ ഉയരുന്ന സാഹചര്യം കുരുക്ക് മുറുകുക തന്നെയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്നതിനിടെ. ഭവ്യ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെതിരെ ഇത്തരം സ്വഭാവദൂഷ്യ ആരോപണങ്ങൾ പുറത്തു വന്നത് കഴിഞ്ഞ മാസങ്ങളിലാണെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വത്തിന്, കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ആളുകൾക്കൊക്കെ ഇയാളുടെ സ്വഭാവം ദൂഷ്യം വളരെ വ്യക്തമായി അറിയാമായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി പറമ്പിലാണ് എപ്പോഴും
രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്ത നേതാവ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുമ്പോൾ പോലും പല നേതാക്കളും, ഒരുപക്ഷെ സരിൻ ഉൾപ്പെടെ നേതാക്കളുടെ ഇന്നലെ സൗമ്യ സരിനൊക്കെ അത് സാമൂഹ്യ മാധ്യമത്തിന് കുറിച്ചിട്ടുണ്ട്. ഇത്തരമൊരു സ്വഭാവ വൈകല്യമുള്ള ഒരാളെ പാലക്കാട് ജനതയുടെ മുകളിൽ കെട്ടിവെക്കരുതെന്നാണ് സരിൻ ആവശ്യപ്പെട്ടതെന്ന് സൗമ്യ സരിൻ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾക്ക് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സ്വഭാവ ദൂഷ്യം, പത്തനംതിട്ട ഒരു പ്രധാനപ്പെട്ട നേതാവ് രാഹുലിനെ പലതവണ ഈ വിഷയത്തിൽ വാൺ ചെയ്തിട്ടുണ്ടെന്നുള്ളതും വസ്തുതയാണ്. അങ്ങനെ പല നേതാക്കൾക്കും അറിയാമായിരുന്ന കാര്യമാണ്. അത്തരം ഒരാളെയാണ് പാലക്കാട് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരുപക്ഷെ രാഹുൽ ഇല്ലെങ്കിൽ പോലും ജയിക്കാവുന്ന ഒരു മണ്ഡലമായിരുന്നു അത്. ഷാഫിയുടെ ഒരു പ്രഭാവം കൊണ്ട് തന്നെ, വ്യക്തിപ്രഭാവം, ഷാഫിക്ക് മണ്ഡലത്തിന്റെ സ്വാധീനം കൊണ്ട് അവിടെ കെ മുരളീധരനെ പോലെ നേതാവിന്റെ പേരാണ് ആ ഘട്ടത്തിൽ ജില്ലാ കമ്മിറ്റി DCC നിർദ്ദേശിച്ചത്. കെ മുരളീധരനെ പോലുള്ള പേര് വെട്ടിക്കൊള്ളഞ്ഞുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരു യുവ നേതാവിനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നു, വിജയിപ്പിക്കുന്നു. അപ്പോൾ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. പക്ഷേ അതിനൊക്കെ വലിയ സംരക്ഷണം ഷാഫി പറമ്പിലും ഒപ്പമുള്ളവരും നൽകി. അതിനുശേഷവും ഈ പാർട്ടിക്ക് മുകളിൽ അല്ലെങ്കിൽ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മറികടന്നുകൊണ്ടൊരു സംഘമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടും ഒപ്പമുള്ളവർ മാറി എന്ന വിമർശനം കൂടി കോൺഗ്രസിനുള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ പോലും വലിയൊരു സൈബർ ആക്രമണം ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതിപക്ഷ നേതാവിനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ അത് തുറന്നു പറയേണ്ടി വന്നത്. ഏതായാലും ഈ വളർച്ച അസാധാരണ വളർച്ചയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വളർച്ച മാത്രമല്ല, അയാൾക്കൊപ്പമുള്ള ഈ ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടീം എന്ന് പറയുന്ന അവരുടെ വളർച്ചയുമൊക്കെ വളരെ വേഗത്തിലാണത്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെയൊക്കെ അസ്വസ്ഥപ്പെടുന്ന തരത്തിൽ, പ്രധാന നേതാക്കളെയൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്ന വലിയ അതിർത്തിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് രാഹുലിനെതിരെ ഒരു അവസരം കിട്ടിയപ്പോൾ ഈ രീതിയിൽ ആഞ്ഞടിച്ചുകൊണ്ട് നേതൃത്വത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ, മുതിർന്ന നേതാക്കളുടെ ഏതാണ്ട് ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് ചില നേതാക്കൾ, അടൂർ പ്രകാശിനെ പോലെ നേതാക്കളൊക്കെ അതിന് അപവാദമാണ്. അവസാന ഘട്ടം വരെയും രാഹുലിനെ സംരക്ഷിക്കാൻ നോക്കിയതാണ് അടൂർ പ്രകാശും AP അനിൽകുമാറിനെയൊക്കെ പോലെ നേതാക്കൾ. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, വി ഡി സതീശ് ആദ്യ ഘട്ടം മുതൽ കടുത്ത നിലപാടെടുത്ത നേതാവാണ്. അത്ര നേതാക്കൾ കൂടി ഉള്ളതുകൊണ്ടാണ് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നടപടിക്ക് കോൺഗ്രസ് നിർബന്ധിതമായത്. കൂടുതൽ പരാതികൾ ഇയാൾക്കെതിരെ ഉണ്ട്, കൂടുതൽ ഇരകൾ ഇയാൾക്കെതിരെ രംഗത്ത് വരുമെന്നൊരു ആശങ്ക കൂടി കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിൽ തന്നെ ചില പരാതികൾ ഇതിലേക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സംഘടനയ്ക്കുള്ളിൽ നിന്നും പുറത്തു നിന്നുമൊക്കെ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള പരാതികളാണ് കൂടുതൽ ആശങ്കയോടുകൂടി നേതൃത്വം കണ്ടത്, കൂടുതൽ അവരെ അസ്വസ്ഥപ്പെടുത്തിയത്. അതുകൊണ്ടുകൂടിയാണ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഇടപെട്ട് രാഹുലിനെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യം ആദ്യഘട്ടം മുതൽ ഉന്നയിച്ചത്. ശരിയാണ്. VV അരുണും ഡാൻ കുര്യനുമൊപ്പം KV ബൈജുമാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. സദാചാര വിരുദ്ധ പ്രവർത്തനത്തിലേർപ്പെട്ട MLA പുറത്താക്കാൻ നിയമസഭയ്ക്ക് അധികാരമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമസഭയുടെ പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് പരാതി ലഭിച്ചാൽ പരിശോധനകൾക്ക് ശേഷം നടപടിക്ക് ശുപാർശ ചെയ്യാനാവും. കമ്മിറ്റിയുടെ ശുപാർശ നിയമസഭ അംഗീകരിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനും കഴിയും. ഇതിന് ഇടതുമുന്നണി തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. കാണാം BVRന്റെ റിപ്പോർട്ട്. കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്, രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ്. രാജി ആവശ്യപ്പെടാനല്ലാതെ അംഗത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വമോ മറ്റേതെങ്കിലും പാർട്ടിക്കോ കഴിയില്ല എന്നതാണ് വസ്തുത. രാഹുൽ മാങ്കൂട്ടത്തിന് വേണമെങ്കിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിലും